വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ആർട്ടർ എന്ന് പറഞ്ഞാല് ബിസിനസ് പ്രോഫിറ്റ് ഷെയറിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുൻപരിചയം എന്ന് പറഞ്ഞാൽ വൈഫിന് ഒരു പരിചയം ഉണ്ടായിരുന്നു. വൈഫാണ് ആദ്യം പാർട്ട്ണറായിട്ട് വന്നത്. അതായത് 2013 വരെ നിർമ്മലിന്റെ വൈഫ് പാർട്ട്ണറായിരുന്നു. 2013 വൈഫിനെ റീപ്ലേസ് ചെയ്ത് പെട്ടെന്ന് ഒരു ദിവസം നിർമ്മലൻ അതിനകത്ത് പാർട്ട്ണറായിട്ട് വന്നു. അത് വലിയൊരു ലീഗൽ ഫോർമാലിറ്റി ഒന്നും ഫില്ല് ചെയ്തിട്ടല്ലായിരുന്നു. വന്നിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ നിർമ്മലിന്റെ ഒരു ഫ്രണ്ട് SR ശ്രീജിത്ത്, ഇവരെല്ലാം ഇപ്പൊ ബഡ്സിലെ പ്രതികളാണ്, കൊണ്ടുവന്നിട്ട് പുള്ളിയും കൂടെ പാർട്ട്ണറാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു 9.5 കോടി രൂപ ദുബായിന്ന് SBI കരമന ബ്രാഞ്ച് പൂജ ഗാർമെന്റ്സിന്റെ അക്കൗണ്ട്, പിന്നെ അതുപോലെ ഫെഡറൽ ബാങ്ക് നെയ്യാറ്റിങ്കര ബ്രാഞ്ചിലും കൂടെ ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് ഇവരത് പൈസ വരും, 2 ദിവസം കഴിയുമ്പോൾ ഇവർ തന്നെ അത് എടുത്തിട്ട് പോകും. അങ്ങനെ വന്നപ്പോൾ അതൊരു മണി ലോണ്ടറിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ചാർട്ടേഡ് അക്കൗണ്ടന്റ് അത് ഓപ്പോസ് ചെയ്തു. അപ്പൊ ഞാനും പറഞ്ഞു ഇത് ശരിയല്ല, നമുക്ക് പാർട്ട്ണർഷിപ്പ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, ഇൻവെസ്റ്റ്മെന്റിന്റെ ഇത് നമുക്ക് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു. കാരണം എനിക്കപ്പോൾ 48 കോടിയുടെ വാൾമാർട്ടിന്റെ ഓർഡർ റെഡിയായ സമയമായിരുന്നു. അപ്പൊ എനിക്കതൊരു ഫിനാൻസ് ഒരു പ്രശ്നമായിരുന്നില്ല. പക്ഷെ പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ചാല് കുറച്ച് വർക്കേഴ്സിനെയും കുറച്ച് രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാരും ചേർത്ത് 2 മാസം സാലറി കൊടുത്തില്ല. കാരണം ചെക്ക് ബുക്ക് നിർമ്മലിനെടുത്ത് ഒളിച്ചു വെച്ചു, ബ്ലോക്ക് ചെയ്ത് വെച്ചു അവർ. അങ്ങനെ അക്കൗണ്ട്സുകാരുമായിട്ടൊക്കെ നല്ല പുള്ളി എന്തൊക്കെ ഓഫർ ചെയ്തു അവർക്ക്. എന്നിട്ട് ചെക്ക് ബുക്ക് ഒളിച്ചു വെച്ചിട്ട് എനിക്ക് സാലറി കൊടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് എന്നെ ഉപരോധിച്ചു ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ. എന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. കിൻഫ്രയ്ക്കകത്ത് വെച്ച് തന്നെ ആയിരുന്നു അറസ്റ്റ് ചെയ്ത്. അന്നൊരു സാറ്റർഡേ ആയിരുന്നു, അന്ന് ജാമ്യം കിട്ടിയില്ല. മൺഡേ മോർണിംഗ് ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ എറണാകുളം ബേസ്ഡാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നെ കൂട്ടിക്കൊണ്ട് പോയി. ഇനി ഇവരായിട്ട് ബിസിനസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, കാരണം 3 മാസം വരെ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല. ഞാനൊരു ടീച്ചറായിരുന്നു. എനിക്ക് ഇത്രയും ഒരു ഹൈ പൊസിഷനിലൊക്കെ നിന്ന ഒരാൾ പെട്ടെന്ന് അങ്ങനെ വന്നപ്പോൾ ഞാൻ മെന്റലി ഭയങ്കര ഡൗൺ ആയി. അപ്പോൾ അവർ ആ സമയത്ത് എൻ്റെ നിന്ന് കുറച്ച് ബ്ലാങ്ക് പേപ്പേഴ്സ് ഒപ്പിട്ട് വാങ്ങിച്ചിരുന്നു, വൈറ്റ് പേപ്പേഴ്സ്. എന്നിട്ട് അവർ ആ പേപ്പറൊക്കെ വെച്ചിട്ട് ലീസ് ഡീഡ് ആദ്യം കിൻഫ്ര എനിക്ക് അലോട്ട് ചെയ്തായിരുന്നു 90 വർഷത്തേക്ക്. ആ ലീസ് ഡീഡ് അവരുടെ പേരിലോട്ട് മാറ്റി. അതിന് കുറച്ച് സ്വാധീനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനെല്ലാം ഇപ്പോൾ ഓപ്പണായിട്ട് പറയുന്നില്ല. എന്തായാലും ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്ക് അതിൽ എഡ്യൂക്കേറ്റഡ് ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ, പൊളിറ്റിക്സ് ഒന്നും നമുക്കില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് നിർത്തി പോവാം. പക്ഷേ ഈ ബിൽഡിങ്ങിൻ്റെയും മെഷീൻ്റെയും ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. മെഷീൻസ് കസ്റ്റംസ് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വഴി ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അത് നമ്മൾ 8 വർഷം കഴിയാതെ അത് ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല, അവരുടെ ഫോർമാലിറ്റീസ് ഫില്ല് ചെയ്യണം. അപ്പോൾ അതൊന്നും ചെയ്യാത്തത് കൊണ്ട് ഞാനത് അറിയിച്ചു, നമുക്കിത് ചെയ്യാനായിട്ട്. അതുപോലെ ഇൻകം ടാക്സ് നമ്മൾ ഇത്രയും 12 കോടിയുടെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എല്ലാ ഫോർമാലിറ്റിയും ചെയ്യണം. അപ്പം ഇവരുടെ എല്ലാ ട്രാൻസാക്ഷനും ഇങ്ങനെയാണ്. അവരൊരിക്കലും ഒരു നിയമങ്ങൾ ഫോളോ അപ്പ് ചെയ്യത്തില്ല, വെറുതെ പേപ്പറിൽ എഴുതി വയ്ക്കും. പിന്നെ എൻ്റെ കള്ള ഒപ്പിട്ടത് ഇലക്ട്രിസിറ്റി ബോർഡി പോലെ എൻ്റെ കള്ള ഒപ്പിട്ടാണ് അവർ മാറ്റിയിരിക്കുന്നത്. ഞാനിപ്പോൾ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാൻ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ വന്നിട്ട് ഞാൻ ഇവരുടെ പേരിൽ നോട്ടീസ് അയച്ചു. അത് കഴിഞ്ഞ് 2017 നിർമ്മലൻ അറസ്റ്റിലായി. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവരൊക്കെ എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല. അതേസമയം ഈ യൂണിറ്റ് വാടകയ്ക്ക് കൊടുത്ത് ഇയാൾ ബിനാമിയായിട്ട് നല്ലൊരു എമൗണ്ട് വാടക വാങ്ങിക്കുകയാണ്. പിന്നെ ഞാൻ കൊമേഴ്സ്യൽ കോർട്ടിൽ കേസ് കൊടുത്തു. കേസ് ഒരു സ്റ്റാറ്റസ് ഓർഡറൊക്കെ പാസ്സാക്കിയിരുന്ന സമയത്ത് നിർമ്മലൻ വീണ്ടും അത് അയാളുടെ ബിനാമി ശ്രീജിത്തിന്റെ പേരിൽ വേറൊരു എഗ്രിമെന്റ് എഴുതി അയാൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ലീസ് ഡീഡ് മാനേജ് ചെയ്ത് കൊടുത്തു. പക്ഷെ ഇവർക്കൊന്നും ഓണർഷിപ്പ് ഇല്ല, ലീസ് ഡീഡ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ ബഡ്സ് വന്നപ്പോൾ കോമ്പീറ്റന്റ് അതോറിറ്റി ആദ്യം സഞ്ജയ് കൗൾ സാറായിരുന്നു, സാറിനെ പോയി കണ്ടപ്പോൾ സാർ പറഞ്ഞു കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞു, ബഡ്സിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുത്തു. ക്രൈം ബ്രാഞ്ച് അന്വേഷിച്ചു ഈ കേസ്. DADGP എല്ലാവരും ഇടപെട്ട് അന്വേഷിച്ചപ്പോൾ പറയുന്നതെല്ലാം കറക്റ്റാണ്, ഇതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റും കറക്റ്റായിട്ടുണ്ടായിരുന്നു. അത് ശരിയാണ്, പ്രോപ്പർട്ടി അവരുടേതാണ്, മറ്റേവരുടെ ലീസ് ഹോൾഡിൽ മാത്രം നിൽക്കുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം വിശ്വനാഥ് സിൻഹ സാറാണ് ബഡ്സിൻ്റെ അതോറിറ്റി. സാറ് എനിക്ക് ഓർഡർ പാസ്സാക്കി തന്നു. അവരെ അടച്ചിരിക്കുന്ന ലീസ് പ്രീമിയം തിരിച്ച് ഈ ഡെപ്പോസിറ്റേഴ്സിന് തിരിച്ച് കോമ്പീറ്റന്റ് അതോറിറ്റിയിൽ അടയ്ക്കാനും എൻ്റെ പ്രോപ്പർട്ടികൾ എനിക്ക് തിരിച്ചു കിട്ടാനുള്ള ഓർഡർ ആക്കിയിട്ടുണ്ട് ബഡ്സിൽ. അതേ പേരിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. കാരണം എന്താണെന്നറിയോ, നമ്മൾ പേര് മാറ്റണമെങ്കിൽ കസ്റ്റംസിൻ്റെ ഒക്കെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്.
ആക്ച്വലി നിർമ്മലിനൊന്നും ഈ ബിസിനസിനെ പറ്റിയോ അതിന്റെ ഇതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് ഈ മണി ലോണ്ടറിങ് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളിൽ നിന്ന് കുറെ പൈസ, അല്ലാതെ അവർ അതിന്റെ ഒരു പാഷൻ കൊണ്ടോ അങ്ങനെ ഒരു ബിസിനസ്സിൽ വന്നതല്ല. എനിക്ക് പറ്റിയ ഒരു അബദ്ധം അത് വർഷങ്ങളായി നിർമ്മൽ കൃഷ്ണ തമിഴ്നാട്ടിൽ വിശ്വാസം ആയിരുന്നു. കാരണം കൃത്യമായി പലിശ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. എന്റെ ചോദ്യം, നിങ്ങള് മാമും മറ്റേ പുള്ളി അതായത് നിർമ്മലിന്റെ ഭാര്യയും തമ്മിലായിരുന്നു പാർട്ണർഷിപ്പ് വൈകിട്ട്. അപ്പോ വാക്കാൽ അല്ലാതെ നിങ്ങൾ പുള്ളിനെ ചേർത്തു എന്ന് പറയും, അവിടെ ഒരു ആശയക്കുഴപ്പം. അല്ല, ഫോർമാലിറ്റി എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു പാർട്ട്ണർഷിപ്പ് വൈൻഡപ്പ് ചെയ്യുമ്പം നമ്മൾ എല്ലാ കണക്കുകളും അതുവരെയുള്ള തീർക്കണം, അങ്ങനെയൊക്കെ ആണല്ലോ. ഇതങ്ങനെ ചെയ്തില്ല. വൈഫ് പെട്ടെന്ന് ഒരു ദിവസം ഇനി നാളെ തൊട്ട് ഞാനാണ് പാർട്ട്ണർ എന്നൊരു ഡീഡ് ഉണ്ടാക്കും. പക്ഷെ ആ ഡീഡിൽ നമ്മൾ പറയണം എല്ലാ കാര്യങ്ങളും. അങ്ങനെ ചെയ്യാതെ ഒരു ലീഗൽ പ്രൊസീജിയർ കംപ്ലീറ്റ് ഫോം ചെയ്യാതെയാണ് ചെയ്തത്. പക്ഷെ ഉദ്ദേശം പുള്ളിക്ക് ആ സ്ഥാപനം പിടിച്ചെടുക്കാന്നുള്ള ഇതേ സെയിം ഇതിൽ തന്നെയാണ് റോസ് ഒപ്റ്റിക്കൽസിന് സംഭവിച്ചിരിക്കുന്നത്. അത് അറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ട് ബഡ്സിൽ. റോസ് ഒപ്റ്റിക്കൽസ് നിർമ്മലൻ ഇതുപോലെ ഇതേ പ്രയോഗം പാർട്ട്ണറായിട്ട് ആദ്യം കയറി. അത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരുന്നു. അത് മറ്റേ പ്രകാശ് അവരുടെ ആയിരുന്നല്ലോ. എന്നിട്ട് കുറെ ആയിട്ട് കംപ്ലീറ്റ് കയ്യിലാക്കി. ഇപ്പൊ പുള്ളിയുടെ ബിനാമികളാണ് അതിന്റെ ഡയറക്ടേഴ്സ്. പക്ഷെ അതിപ്പം അറ്റാച്ച്മെന്റിൽ വന്നിട്ടുണ്ട്, റോസ് ഒപ്റ്റിക്കൽസ് വന്നിട്ടുണ്ട്. അങ്ങനെ പല കമ്പനികളിലും ഇതേപോലെ തന്നെ ചെയ്തിരിക്കുന്നു. വൈഫിന് പങ്കുണ്ടോ ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇവരെല്ലാം ബഡ്സിൽ പ്രതികളാണ്. പലതിലും പാർട്ട്നേഴ്സ് ആണ്. അതായത് ബഡ്സിലെ നിയമം വന്നപ്പോൾ എല്ലാ പാർട്ട്നേഴ്സും ഒക്കെ അതിൽ പ്രതികളായി വന്നു. 3 മാസം. അപ്പൊ സംശയം ഉണ്ടായിരുന്നു. അപ്പോഴും പറഞ്ഞത് ഞാനപ്പോ അടുത്ത പ്ലോട്ട് ബ്ലോക്ക് ചെയ്തിരുന്നു, നമുക്ക് അതിനകത്ത് തുടങ്ങുമ്പോൾ ഫിനാൻസ് ഹെൽപ്പ് എല്ലാം ചെയ്യാം. അന്ന് എനിക്ക് വിശ്വാസമായിരുന്നു. സത്യം പറഞ്ഞാൽ അന്നൊരു സംശയമൊന്നും തോന്നിയില്ല. പക്ഷെ ഈ മണി ലോണ്ടറിങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് 9.5 കോടി നിങ്ങൾക്ക് പൈസ അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലാണ്ട് ആ തുടക്കത്തില് 10 ലക്ഷം 20 ലക്ഷം നമ്മൾക്ക് ഓരോ ഇത് സാലറി കൊടുക്കാൻ അത് തിരിച്ചെടുക്കാറുണ്ട് പുള്ളി. അതെല്ലാം നമുക്ക് കണക്കുകളെല്ലാം ബാങ്ക് വഴി വാങ്ങിയിട്ടുണ്ട്, തിരിച്ചും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അതിന്റെ മെയിൻ പ്രശ്നമായിരുന്നു. ഞാൻ ഇനി പോലീസൊക്കെ ആയിട്ടൊന്ന് സംസാരിക്കണം. എന്തായാലും നെക്സ്റ്റ് വീക്കില് ഇമ്മീഡിയറ്റ് ആസ് വെൽ ആസ് പോസിബിൾ ഉണ്ട്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.